കേരള കോൺഗ്രസ് എങ്ങോട്ട് എന്നുള്ള ചർച്ചയായിരുന്നു കുറച്ച് ദിവസമായിട്ട് നടന്നുകൊണ്ടിരുന്നത്, കുറച്ച് 2 ദിവസമായിട്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സമയം തൊട്ട്, തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്ന ദിവസം തൊട്ട് ഉണ്ട്. കഴിഞ്ഞ ദിവസം ഇത് കുറച്ച് കൂടുതൽ കത്തി നിന്നു. അതായത് ജോസ് കെ മാണി UDF-നൊപ്പം എന്നുള്ള രീതിയിൽ ശരിക്കും നമ്മളടക്കം അത് ചർച്ച ചെയ്തു. അതായത് ആ ഒരു മുന്നണി മാറ്റത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. പക്ഷേ ഇപ്പോൾ ജോസ് കെ മാണിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഞങ്ങളുടെ നിലപാട് ഇതാണ്, ഇടതുപക്ഷത്തോടൊപ്പം തന്നെയാണ്, ഞങ്ങളുടെ നിലപാടിൽ മാറ്റമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ പ്രചരിച്ച വാർത്തകളും, അതായത് നമ്മൾ സോണിയാഗാന്ധി വരെ വിളിച്ചു സംസാരിച്ചു എന്ന് വരെ, അതായത് ചർച്ചകൾ നടന്നു പോകുന്നു, ഇപ്പോൾ പോകും എന്ന രീതിയിൽ വരെ ഇൻഫോർമേഷൻസും വിവരങ്ങളും ഒക്കെ പുറത്തു വന്നു. അപ്പോൾ ഇതിന്റെ പിന്നിൽ എന്താ ഒരു ചെറിയ കളി നടന്നിട്ടുണ്ട്. കണ്ണടച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, എന്തോ ഒരു കളി, ഇങ്ങനൊരു വാർത്ത പ്രചരിക്കണം എന്നുള്ളത് ആരുടെയൊക്കെയോ ആവശ്യമായിരുന്നു. ശരിയല്ലേ? അതാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം മുന്നേ എന്തായിരുന്നു അവരുടെ നിലപാട്, അതേ നിലപാട് തന്നെ ആവർത്തിച്ച് തന്നെയാണ് ഇപ്പോൾ ഈ ഫേസ്ബുക്ക് പോസ്റ്റും ജോസ് കെ മാണി ഇട്ടിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ പിന്നിൽ എന്തോ ഒരു സംഭവം നടന്നിട്ടില്ലേ, എന്തോ ഒരു തിരിമറി, അല്ലെങ്കിൽ ഈ ഒരു വാർത്ത പ്രചരിക്കണം എന്നുള്ളത് ആരുടെയൊക്കെ ആവശ്യങ്ങളായിരുന്നു എന്ന് തോന്നുന്നു. ശരിയല്ലേ? അതെ, തീർച്ചയായിട്ടും. അതെ, നമ്മള് കുറച്ച് പിന്നിലേക്ക് പോയി 2020 എന്ന് പറയുന്ന ഒരു വർഷത്തിലേക്ക് നമ്മൾ പോവാം. ആ 2020-ലാണ് ശരിക്കും ജോസ് കെ മാണി മുന്നണി വിടുന്നത്, UDF-ൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. എന്തുകൊണ്ടാണ് സംഭവിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അന്ന് ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം ജോസഫ് ഗ്രൂപ്പ് നൽകണം എന്ന് പറയുന്ന ഒരു ആവശ്യം UDF-ന്റെ നേതൃത്വം മുന്നോട്ട് വെച്ചു. അപ്പം ഈ മാണി സാറ് മരിച്ചതിന് ശേഷം ഇതിന്റെ ഔദ്യോഗിക, അതായത് കേരള കോൺഗ്രസ് എന്ന് പറയുന്ന ഒന്നിന്റെ ഔദ്യോഗിക ഭാരവാഹി ആരായിരിക്കണം, ഇതിന്റെ ചെയർമാൻ സ്ഥാനത്തേക്ക് ആര് പോകണം എന്നുള്ളത് സംബന്ധിച്ച് ജോസഫും ഈ പറയുന്ന ജോസ് കെ മാണിയും തമ്മിൽ വലിയൊരു തർക്കം നടന്ന കേസൊക്കെ ആയതാണ് സംഭവം. അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് വീണ്ടും ഈ പറയുന്ന കേരള കോൺഗ്രസ് 2ആയി പിളരുകയും ജോസ് കെ മാണിക്ക് ലഭിക്കുകയും ജോസഫ് കൊണ്ടുപോവുകയും ചെയ്തു. അപ്പോൾ ഇതിന്റെ ഒരു ഉടമസ്ഥാവകാശത്തെ ചൊല്ലി ഉണ്ടായ തർക്കമാണ് ശരിക്കും ഇതിന്റെ തുടക്കം. അപ്പോൾ ആ സമയത്താണ് ഈ പറയുന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജോസഫിനെ പരിഗണിക്കണം, ജോസ് കെ മാണിക്ക് പാടില്ല, അതുകൊണ്ട് ഒഴിഞ്ഞു കൊടുക്കണം എന്നുള്ള നിലയിലേക്ക് വരികയും അതിൽ ജോസ് വിസമ്മതം പ്രകടിപ്പിച്ചതോടുകൂടി എന്നാൽ നിങ്ങൾ ഇറങ്ങിപ്പൊയ്ക്കോളൂ എന്ന് പറയുന്ന ഒരു സമീപനമാണ് UDF നേതൃത്വം കൈക്കൊണ്ടത്. അത് ഇറങ്ങിപ്പൊയ്ക്കോളൂ എന്ന് തന്നെ പറഞ്ഞു, നിങ്ങൾ ഇനി ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല, ഇറക്കി വിട്ടു, പടിയടച്ച് പിണ്ണം വെക്കാന്ന് പറയില്ലേ, അതേ ഒരു രീതിയാണ് ഈ പറയുന്ന ജോസ് കെ മാണിയോട് UDF നേതൃത്വം പുലർത്തിയിരുന്നത് എന്നുള്ളത് വാസ്തവമാണ്. അപ്പൊ പിന്നിൽ നിന്ന് കുത്തി എന്ന് പറഞ്ഞത് നമ്മുടെ KM മാണിയാണ്. KM മാണിയെ ഒടുവിൽ FIR ഇട്ട് KM മാണിയുടെ വീട്ടിൽ പോയി അന്വേഷണം നടത്തിയത് രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിലാണ്. ഏത് കേസാണെന്ന് ചോദിച്ചാൽ ബാർക്കോഴയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഇതേ ബാർക്കോഴ വിവാദവുമായി ബന്ധപ്പെട്ട് ബാർക്കോഴയില് രമേശ് ചെന്നിത്തല 1 കോടി രൂപ അദ്ദേഹത്തിന്റെ ഓഫീസിൽ വെച്ച് വാങ്ങിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്നത് ബിജു രമേശ് എന്ന് പറയുന്നത് രമേശൻ കോൺട്രാക്ടറിന്റെ മകൻ, തിരുവനന്തപുരത്തെ ഏറ്റവും അധികം ബാറുകൾ കൈവശം വെച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അദ്ദേഹം വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ വരുന്ന ഒരു വലിയ ഒരു പിന്നിൽ നിന്നുള്ള കുത്ത് ശരിക്കും കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന്, അതായത് UDF നേതൃത്വത്തിൽ നിന്ന് പലപ്പോഴായി ഈ ജോസ് കെ മാണിക്ക് നേരിട്ടിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമായൊരു കാര്യമാണ്. അതിനുശേഷം ഇപ്പോൾ എങ്ങനെയെങ്കിലും മുന്നണി വിപുലീകരണം, അടിത്തറ വികസിപ്പിക്കുക എന്ന് പറയുന്ന, അടിത്തറ വിപുലീകരിക്കുക എന്ന് പറയുന്ന ഒരു ആശയത്തിലേക്കാണ് ശരിക്കും UDF കടന്നിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം KC വേണുഗോപാലിന്റെ വാക്കുകൾ കടമെടുത്താൽ തേങ്ങയ്ക്ക് പകരം ചിരട്ട ചിരകിക്കൊണ്ടിരിക്കുന്നവരാണ് ഞങ്ങൾ എന്ന് ഒരു വലിയ ഒരു പരാമർശം ഇവർ നടത്തിയിട്ടുണ്ടായി, KC വേണുഗോപാൽ നടത്തിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ പണമില്ല ഞങ്ങളുടെ കയ്യിൽ എന്ന് പറയുന്നു. പക്ഷെ കോടിക്കണക്കിന് രൂപ മുടക്കിക്കൊണ്ട് വയനാട്ടിലുള്ള സുൽത്താൻ ബത്തേരിയിലെ ഒരു 7 സ്റ്റാർ ഹോട്ടലിൽ വെച്ച് പരിപാടി നടത്താനും അതോടൊപ്പം തന്നെ ഫണ്ട് അടിച്ചു മാറ്റാനും ഒക്കെ ഇവർക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ചാർട്ടേഡ് വിമാനത്തിൽ കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് പറന്നിറങ്ങാനും ഒക്കെയുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പം ഇങ്ങനെ ഈ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ജനങ്ങളെ ഏതെങ്കിലും തരത്തിൽ വസൂലാക്കാനും വശീകരിക്കാനുമുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത് വൻപം വിജയമല്ലെന്നും ഭരണവിരുദ്ധ വികാരം ഒന്നൊന്നില്ല എന്ന് സുനിൽ കനഗോലു എന്ന് പറയുന്ന ഇവരുടെ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ തന്നെ കാര്യങ്ങൾ അവിടുത്തെ നേതൃത്വത്തോട് വളരെ കൃത്യമായി വെട്ടിത്തുറന്ന് പറയുകയും ചെയ്തു. നിങ്ങൾ എന്തിനാണ് വെറുതെ ഇത് പറയുന്നത്? അങ്ങനെ ഒരു വികാരം ഇവിടെയില്ല. നമ്മൾ തെരഞ്ഞെടുപ്പിൽ വോട്ടുകളുടെ ഇതെടുത്ത് വെച്ച് നമ്മൾ പരിശോധിക്കുമ്പോഴും തെരഞ്ഞെടുപ്പിന് അല്ലെങ്കിൽ സർക്കാരിനെതിരായ വോട്ടുകളിൽ ആകെപ്പാടെ
പിന്നെ എത്രയാ പറയാ ഒരു 7-9 തമ്മിലുള്ള വ്യത്യാസം 3 ലക്ഷം വോട്ടിന്റെ വ്യത്യാസം മാത്രമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റും അല്ലെങ്കിൽ ഇടതുപക്ഷവും UDF തമ്മിലുള്ളത്. അല്ല അതിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഇതിനൊരു വലിയ മാർജിനായിട്ടൊന്നും കാണാൻ കഴിയില്ല. കാര്യം കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോൾ ചെയ്ത ആകെ വോട്ടിനകത്ത് 3 ലക്ഷം വോട്ടിന്റെ കുറവെന്ന് പറഞ്ഞാൽ അത്ര വലിയ കൂടുതലൊന്നും അല്ല. അതിൽ പല ഘടകങ്ങളും ബാധിക്കുകയും ചെയ്യും, വ്യക്തിപ്രഭാവം പോലുള്ള ഘടകങ്ങൾ. അത് തീർച്ചയായിട്ടും അല്ലേ. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വ്യക്തിപ്രഭാവമല്ലേ വരുന്നത്. ഇവിടെ നമ്മൾ പരിശോധിച്ചാൽ 7-7 എന്ന് പറയുന്ന ഒരു മാർജിൻ ജില്ലാ പഞ്ചായത്ത് നിലനിർത്തിയിരിക്കുന്നത് തുല്യമാണ് ശരിക്കും പറഞ്ഞാൽ. ഇതിനു മുമ്പ് നമ്മൾ ചർച്ച ചെയ്ത വിഷയത്തിലും ജില്ലാ പഞ്ചായത്ത് തന്നെയാണ് പലപ്പോഴും ഈ പറയുന്ന ഒരു ഭരണവിരുദ്ധ വികാരമുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിൽ ഏറ്റവും വലിയ ജില്ലകളെല്ലാം തന്നെ LDF-നെ പിന്തുണച്ച ജില്ലകളാണ്. അതേസമയം കോഴിക്കോട് ഒഴികെയുള്ള ബാക്കി എല്ലാ ചെറിയ ജില്ലകളും, കോഴിക്കോട് മാത്രമാണ് UDF-ന് കുറച്ച് മുന്നേറ്റം ഉണ്ടാക്കിയതെങ്കിലും ബാക്കി UDF-നെ പിന്തുണച്ച എല്ലാം പിന്നെ ചെറിയ ചെറിയ ജില്ലകളാണ്. മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിന്റെ ഏകദേശം 5 ലക്ഷത്തോളം വരുന്ന മുസ്ലിം ലീഗിന്റെ വോട്ടുകൾ മാത്രമുണ്ട്, 5 ലക്ഷത്തോളം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കും. അപ്പൊ ആർക്കാണ് പ്രാധാന്യം ഇവിടെ കേരളത്തിലുള്ളത് എന്ന് നമുക്ക് ഏറെക്കുറെ മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെയാണ് സുനിൽ കനകോലു ഈ രീതിയിൽ പറഞ്ഞത്. പിന്നെ സുനിൽ കനകോലുവിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കോടിക്കണക്കിന് രൂപ ഇത് മേടിക്കുകയല്ലേ, PR വർക്കിനും തെരഞ്ഞെടുപ്പ് തന്ത്രത്തിന് മെനയുന്നതിനും ഒക്കെ ആയിട്ട് കോടിക്കണക്കിന് രൂപയാണ് സുനിൽ കനകോലു സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിനുവേണ്ട പണം മുടക്കുന്നതനുസരിച്ച് അല്ലെ പണം വാങ്ങുന്നതനുസരിച്ച് പണിയെടുക്കണ്ടേ. അപ്പം ഇനി അടുത്തൊരു തന്ത്രം എന്ന് വെച്ചാൽ ഇവിടെ ഇടതുപക്ഷം ആകെപ്പാടെ തകർന്ന് തറ്റുകിടക്കുകയാണ് എന്നൊരു ഖ്യാതി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ശരിക്കും ചെയ്യേണ്ടത്. അതായത് ഇടതുപക്ഷത്തിന് കൂട്ടക്കൊഴിച്ചിലുണ്ടാകുന്നു, ഇടതുപക്ഷത്തു നിന്ന് ആളുകൾ പരമാവധി ഇറങ്ങിപ്പോകുന്നു. ഇതിന്റെ അർത്ഥം അവിടെ നിൽക്കുന്നവർക്ക് പോലും യാതൊരു താല്പര്യവും ഇടതുപക്ഷത്തിലില്ല, ആത്മവിശ്വാസവും ഇല്ല. അപ്പോൾ ആത്മവിശ്വാസമില്ലായ്മ കാരണം പലരും പാർട്ടി വിടുന്നു, ഇടതുമുന്നണി വിടുന്നു. കാര്യം അടുത്ത തവണ ഭരണം കിട്ടില്ല. അപ്പൊ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇടതുപക്ഷം തകർന്നു തുടങ്ങി, ഇടതുപക്ഷത്തിന്റെ അടിത്തറ ഇളകി തുടങ്ങി. ഇങ്ങനെ ഒരു ചിന്താഗതി ജനങ്ങളുടെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പൊ ജനങ്ങൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കും, ജോസ് കെ മാണി ഇത്രയും കാലം 5 കൊല്ലമായിട്ട് 6 വർഷമായിട്ട് കൂടെ നിൽക്കുന്ന ജോസ് കെ മാണി ഇതേ കഥയുടെ മറിഞ്ഞു. മന്ത്രിമാരുണ്ട്, 4 MLA-മാരുണ്ട്, മൊത്തം 5 പേരാണ് ജയിച്ചത്. അപ്പൊ ഈ 5 പേരെയും പിൻവലിച്ചുകൊണ്ട് ഇവിടെ ജോസ് കെ മാണി മാറാൻ ഉദ്ദേശിക്കുന്നു. ഐഷ പറ്റി പുറത്തേക്ക് പോകുന്നു. ഇനിയിപ്പോ സുരേഷ് കുറുപ്പ് എന്ന് പറയുന്ന കോട്ടയത്തെ ഏറ്റവും പ്രഗത്ഭനായ കമ്മ്യൂണിസ്റ്റുകാരൻ ഉടനെ പുറത്തേക്ക് പോകുന്നു. അപ്പൊ ജോസ് കെ മാണിയെ സോണിയാഗാന്ധി വരെ വിളിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഏത് തരത്തിലാണ് ഇതിന്റെ ഒരു വ്യാപിപ്പിക്കൽ എന്ന് ആലോചിച്ച് നോക്കൂ. എന്നിട്ട് ഇത് ഇങ്ങനെ വരുമ്പോൾ ജനങ്ങളും ചിന്തിക്കും, ശരിയല്ലേ, ഇവരെല്ലാം പുറത്തേക്ക് പോകുന്നു. അപ്പം CPM-ന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ കോട്ട തകർന്നുകൊണ്ടിരിക്കുന്നു. അടുത്ത തവണ ഭരണം കിട്ടില്ല എന്ന് CPM-ന് തന്നെ വിശ്വാസം, അല്ലെങ്കിൽ LDF-ലെ ഘടകകക്ഷികൾക്ക് തന്നെ വിശ്വാസമായി. അപ്പൊ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന ഒരു ചിന്താഗതി ഒരു നിഷ്പക്ഷമതികളായ ഒരു പറ്റം വോട്ടർമാരിലേക്ക് എത്തിക്കുക എന്ന് പറയുന്ന ഒരു കപട തന്ത്രമാണ് ഇവിടെ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇനി എങ്ങനെ മാധ്യമങ്ങൾ ഇതിനെ കൂട്ടുപിടിക്കുന്നു എന്നുള്ളതാണ് കാര്യം. മാധ്യമങ്ങളിലൂടെയാണല്ലോ വാർത്തകൾ സ്പ്രെഡ് ചെയ്യുന്നത്. മാധ്യമങ്ങൾ കൂട്ടുപിടിക്കുന്നത് വളരെ സിമ്പിൾ ആണ്. കാരണം പണം അറിയുക എന്നുള്ള മാത്രമാണ് ഇതിനകത്തിലെ പ്രധാനപ്പെട്ട ലക്ഷ്യം. മാധ്യമ സ്ഥാപനങ്ങളിലേക്ക് ഇങ്ങനെ ഒരു വാർത്ത കൊടുക്കുന്നത് UDF-ന്റെ ക്യാമ്പിൽ നിന്ന് കൊടുക്കുന്നു. സ്വാഭാവികമായും ഏതൊരു മാധ്യമവും അത് സ്വാഭാവികം എന്നാണ്. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത പോലെ തന്നെ എല്ലാ മാധ്യമങ്ങളും ആ വാർത്ത കൊടുക്കും, സ്വാഭാവികമാണ്. അവരുടെ ഡെസ്കിലേക്ക് വരുന്ന വാർത്തകൾ അല്ലെങ്കിൽ അവരുടെ ബ്യൂറോയിലേക്ക് വരുന്ന വാർത്തകൾ സ്വാഭാവികമായി അവർ കൊടുക്കും. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതുവരെ ജോസ് കെ മാണി ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ടോ? ഞാൻ മുന്നണി വിടുന്നു എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു വാർത്ത ഇതുവരെ ജോസ് കെ മാണി സ്ഥിരീകരിച്ചിട്ടില്ല. അതാണ് ഏറ്റവും വലിയ കാര്യം. ജോസ് കെ മാണി സ്ഥിരീകരിച്ചിട്ടില്ല. ജോസ് കെ മാണിയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ ഇത് സംബന്ധിച്ച് സ്ഥിരീകരണം നടത്തിയിട്ടില്ല. ഇവരാകപ്പാടെ പ്രധാനമായ ഒരു കാരണം എവിടെയാണ് ഒരു ട്രാക്ക് വരുന്നത്. ജോസ് കെ മാണി അദ്ദേഹത്തിന്റെ ചില ഔദ്യോഗികമായ അല്ലെങ്കിൽ ചില വ്യക്തിപരമായ താല്പര്യങ്ങൾ കൊണ്ട് കഴിഞ്ഞ ദിവസം നടന്ന പാളയത്ത് വെച്ച് നടന്ന സത്യാഗ്രഹത്തിൽ നിന്ന് മാറി നിന്നു. ഇവിടെ ഇടതുപക്ഷം നടത്തിയ സമരത്തിൽ നിന്ന് മാറിയിരുന്നു. കുറച്ച് യാത്രകളായിരുന്നു. അപ്പൊ കേരളത്തിന് അകത്തില്ല എന്നുള്ള കാര്യം ജോസ് കെ മാണി വ്യക്തമാക്കുകയും ചെയ്തു. ഈ സാഹചര്യം ഇതിനെ എങ്ങനെ ഒന്ന് ഡീവിയേറ്റ് ചെയ്ത് വിടാം എന്നുള്ളതാണ് ശരിക്കും അവർ ചിന്തിച്ചത്. അവിടെ ചിന്തിക്കുമ്പോൾ ജോസ് കെ മാണി വന്നില്ല, പക്ഷെ ഇവിടെ റോഷി അഗസ്റ്റിൻ ഉണ്ടായിരുന്നു, അതുപോലെ പ്രമോദ് നാരായണൻ ഉണ്ടായിരുന്നു, ഇവരെല്ലാം ഉണ്ടായിരുന്നു. ജോസ് കെ മാണി പങ്കെടുക്കാതെ ചർച്ചയിലേക്ക് വരുന്ന കാര്യം ഇവർ മനസ്സിലാക്കുന്നു. ഇവിടെ മാധ്യമങ്ങൾ അങ്ങനെ വാർത്ത ചെയ്യുന്നു. അപ്പൊ കാരണം അഭ്യൂഹങ്ങൾ നിൽക്കുകയാണ്. ജോസ് കെ മാണി മുന്നണി വിടും. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായ ഒരു അഭ്യൂഹമാണ്. ജോസ് കെ മാണി മുന്നണി വിടുമോ ഇല്ലയോ എന്ന് പറയുന്ന ഒരു സംശയത്തിന് ഇട കൊടുക്കുന്ന തരത്തിലുള്ള ചില പ്രവണതകൾ, വാർത്തകൾ ഇങ്ങനെ പതുക്കെ പരക്കെ അങ്ങനെ ഒരു വാർത്ത ക്രിയേറ്റ് ചെയ്ത് എവിടെ നിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുന്നണിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇപ്പൊ സാദിഖ് അലി തങ്ങൾ തന്നെ മുന്നണിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഈ പറയുന്ന പല നേതാക്കന്മാരും VD സതീശൻ മുന്നണിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ KDP നേതാവ് പിന്നെ മാണി സി കാപ്പൻ മുന്നണിയിലേക്ക് സ്വാഗതം ചെയ്യും. എല്ലാവരും ജോസ് കെ മാണി മുന്നണിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ബൈറ്റുകൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം ഇപ്പൊ ഇതൊരു മായികമായ പ്രപഞ്ചമാണ്.
കാരണം അപ്പോഴത്തേക്ക് ജനങ്ങൾ എന്താ ചിന്തിക്കുന്നത്? ഈ ബൈറ്റുകൾ ഇങ്ങനെ മീഡിയാസിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഉടനെ ആൾക്കാർ ചിന്തിച്ചു തുടങ്ങുന്നത് ജോസ് കെ മാണി പാർട്ടി വിടാൻ പോകുന്നു എന്ന് പറയുന്ന തരത്തിലേക്ക് ഒരു പ്രതീതി, തോന്നൽ ജനങ്ങൾക്കിടയിൽ ഇങ്ങനെ സൃഷ്ടിച്ചു വെക്കുന്ന ഒരു സാഹചര്യം. അപ്പോഴാണ് ജോസ് കെ മാണി ഇവിടെ പങ്കെടുക്കാതിരിക്കുന്നത്. അപ്പൊ ഇതും വാർത്തയായി മാറും. അപ്പൊ ഇതിനെ കണക്ട് ചെയ്യും. ജോസ് കെ മാണി പങ്കെടുക്കുന്നില്ല, ഇതാണ് ശരിയായ ട്രാക്ക്. അപ്പം എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനെ വാർത്തയാക്കി മാറ്റുക. ശരിയാണ്. കാരണം നമുക്ക് സംശയിക്കാം. കാരണം റോഷി അഗസ്റ്റിൻ അന്ന് ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു തുടരുമെന്ന്. പക്ഷെ അതിനെ വലിയ മാധ്യമങ്ങളൊന്നും ബൂസ്റ്റ് ചെയ്തില്ല. മാധ്യമങ്ങൾ ആരും അതിനെക്കുറിച്ച് മൈൻഡ് ചെയ്ത പോലും ഇല്ല. പിന്നീടാണ്, അതായത് ജോസ് കെ മാണിയുടെ അവിടുത്തെ എന്താ പറയുന്ന അവിടെ ഇല്ലാതിരിക്കുകയും അതോടൊപ്പം തന്നെ എവിടെ നിന്ന് പിന്നീട് ഇങ്ങനെ ഒരു വാർത്ത UDF കേന്ദ്രങ്ങളിൽ നിന്ന് പടച്ചു വിടുകയും ചെയ്തു. ജോസ് കെ മാണി മുന്നണി വിടാൻ പോകുന്നു, ചർച്ചകൾ നടക്കുന്നു. സോണിയാഗാന്ധി ജോസ് കെ മാണിയെ വിളിക്കുന്നു. എന്തിനാണ്? ഇപ്പൊ സോണിയാഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഒരു മാർക്കറ്റ് ഇല്ലാത്ത നേതാവാണ്. രാഹുൽ ഗാന്ധിക്ക് മാർക്കറ്റ് ഇല്ല, പിന്നെയാണ് സോണിയാഗാന്ധിക്ക്. കാരണം സോണിയാഗാന്ധി ഇപ്പം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ സോണിയാഗാന്ധിക്കെതിരെ ഗോവർദ്ധനുമായി ബന്ധപ്പെട്ട് ഒരു കേസ് കിടക്കുന്നു. കേസ് സോണിയാഗാന്ധിയെ സ്പർശിച്ചിട്ടില്ല എങ്കിൽ പോലും അങ്ങനെ ഒരു അപഖ്യാതി സോണിയാഗാന്ധിക്കുണ്ട്. ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് ബന്ധപ്പെടുത്തിയിട്ടും സോണിയാഗാന്ധിക്ക് ചരട് കെട്ടി കൊടുത്തതുമായി ബന്ധപ്പെട്ടും സോണിയാഗാന്ധി സംശയത്തിന് നിലയിലാണ് ജനങ്ങളുടെ മുന്നിൽ. അപ്പൊ ഇങ്ങനെയുള്ള സോണിയാഗാന്ധി എന്തിനാണ് ജോസ് കെ മാണിയെ വിളിച്ചിട്ട് പറയുക, ജോസെ നീ വന്നിട്ട് മുന്നണി ചേര് എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യമല്ല ഇത്. UDF എന്ന് പറയുന്ന ഒരു മുന്നണിയുടെ കാര്യമാണ്. ജോസ് കെ മാണി കോൺഗ്രസ് പ്രവർത്തകനല്ല, അയാൾ കേരള കോൺഗ്രസ് പ്രവർത്തകനാണ്. അതൊരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ചെയർമാനാണ് ജോസ് കെ മാണി, ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്നത്. ഇപ്പൊ കോട്ടയത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിന്ന് വിജയിക്കാൻ കഴിവുള്ള ഒരു പാർട്ടിയുടെ ചെയർമാനാണ് ജോസ് കെ മാണി. അല്ലാതെ ഈ പറയുന്ന പോലെ കോൺഗ്രസിന്റെ അച്ചാരം മേടിച്ചുകൊണ്ട് ജീവിക്കുന്നവരല്ല ജോസ് കെ മാണിയുടെ ടീം. അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഒരു എന്താ പറയാ പ്രീതി കൊണ്ട് ജീവിച്ചു പോകുന്ന ഒരു ടീമല്ല ജോസ് കെ മാണി എന്ന് പറഞ്ഞാൽ. പിന്നെ എന്തിന് ജോസ് കെ മാണിയെ വിളിക്കണം? ജോസ് കെ മാണിയും AICCയുമായി യാതൊരു ബന്ധവുമില്ല. AICC എന്ന് പറയുന്നത് AICC ജോസ് കെ മാണിയുടെ ഹൈക്കമാൻഡേ അല്ല. കേരള കോൺഗ്രസിന് അങ്ങനെ ഒരു ഹൈക്കമാൻഡ് ഇല്ല. മുന്നണിയിൽ വരുന്ന സമയത്ത്, അതായത് മുസ്ലിം ലീഗിന് തലതൊട്ടപ്പനാണ് സോണിയാഗാന്ധി എന്ന് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി പറയുന്ന കാര്യം എന്തിനാ മുസ്ലിം ലീഗ് അനുസരിക്കുന്നത്? മുസ്ലിം ലീഗ് അനുസരിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, ഒരു ആവശ്യവുമില്ല മുസ്ലിം ലീഗ്. അത് രാഹുൽ ഗാന്ധിക്ക് ഒരിക്കലും മുസ്ലിം ലീഗിനെ നോക്കിയിട്ട് ശാസിക്കാനുള്ള യോഗ്യതയില്ല. കാര്യം അത് AICC ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നതല്ല, അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗുമായിട്ട് ബന്ധപ്പെട്ട അവർക്ക് നേതാക്കന്മാരുണ്ട്. ഇവിടെ കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കേരള കോൺഗ്രസ് M എന്ന് പറയുന്ന ഏറ്റവും അവസാനത്തെ വാക്ക് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹമാണ്, ജോസ് കെ മാണിയാണ്, ഒരു പാർട്ടിയുടെ ചെയർമാനാണ്. ഇയാളെ എന്തിനാണ് സോണിയാഗാന്ധി വിളിച്ചിട്ട് ജോസെ നീ അവിടെ പോയി കോൺഗ്രസ് UDF ചേർന്ന് പറയേണ്ട ആവശ്യം എന്തോ? അല്ലെങ്കിൽ പറയാനുള്ള എന്ത് അധികാരമാണ് സോണിയാഗാന്ധിക്കുള്ളത്? അങ്ങനെയും ചിന്തിക്കണമായിരുന്നു. ഒരു ചർച്ചയ്ക്ക് വിളിക്കാൻ എന്താണ് യോഗ്യതയുള്ളത്? ഒരു ചർച്ചയ്ക്ക് വിളിക്കാൻ സോണിയാഗാന്ധിക്ക് എന്ത് അധികാരമുള്ളത്? അങ്ങനെ യാതൊരു അധികാരവും ഇല്ല. ഇവിടെ കേരള കോൺഗ്രസിനകത്തുള്ള ഒരു പ്രശ്നം പരിഹരിക്കാൻ ഒരു മുന്നണി എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് മാത്രമേ, ഒരു മുന്നണിയിലെ പ്രധാനപ്പെട്ട കക്ഷി എന്നുള്ള നിലയിൽ നിന്ന് മാത്രമേ CPM-ന് പോലും അധികാരമുള്ളൂ. അവിടെ ഒരു തർക്കം ഉണ്ടായി കഴിഞ്ഞാൽ അത് പരിഹരിക്കേണ്ടത് ഇവരുടെ മാണി ഗ്രൂപ്പിന്റെ അല്ലെങ്കിൽ അതിന്റെ ഒരു ആഭ്യന്തര പ്രശ്നം പരിഹരിക്കേണ്ടത് ജോസ് കെ മാണിയുടെ ഉത്തരവാദിത്വം, അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ഉത്തരവാദിത്വം. അല്ലാതെ CPM MV ഗോവിന്ദൻ പോയിട്ട് അവരുമായിട്ട് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഒരു മുന്നണിയുടെ സംവിധാനം എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് ചിലപ്പോൾ ഒരു ആഭ്യന്തര പ്രശ്നത്തിൽ ഇടപെടൽ നടത്താം, അഭിപ്രായം പറയാം എന്നതിനപ്പുറത്തേക്ക് ഒരു മാർജിൻ ഉണ്ട് എപ്പോഴും. MV ഗോവിന്ദൻ മാഷിന് വലിയൊരു മാർജിൻ ഉണ്ട്. അപ്പൊ പിന്നെ എന്തിനാണ് ഈ രീതിയിലുള്ള കള്ളത്തരം പടച്ചുവിടുന്നത്? സോണിയാഗാന്ധി പറഞ്ഞ ഉടനെ അനുസരിക്കാൻ സോണിയാഗാന്ധിയുടെ വീട്ടിൽ വേലക്കാരനോ ഉണ്ണികൃഷ്ണൻ പോറ്റിയോ ഗോവർദ്ധനോ അല്ല ജോസ് കെ മാണി. ശരിയാണ് ചേട്ടൻ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോസ് കെ മാണിയുടെ വേർഷനൂടെ കേൾക്കണമായിരുന്നു. കേട്ടിട്ടില്ല. ഈ ജോസ് കെ മാണി അത്ര നിസ്സാരനായ ഒരാളാണോ? ഇവർക്കെല്ലാം ഇട്ടിങ്ങനെ പന്ത് കെട്ടി ജോസ് കെ മാണി എന്തൊരു വെറും മൊണ്ണയാണോ? ജോസ് കെ മാണിക്കില്ല അഭിപ്രായ സ്വാതന്ത്ര്യം. ജോസ് കെ മാണി ഈ പറയുന്ന കേരള കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു വലിയ പാർട്ടിയെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ജോസ് കെ മാണി. മുന്നിൽ നിന്ന് നയിക്കുന്ന അതിന്റെ പ്രധാനപ്പെട്ട നേതാവാണ്. ഇപ്പം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം 8-10 നേതാക്കന്മാരുണ്ടാവും. 8-10 അല്ല, 100-ലധികം. ശരിക്കും പറഞ്ഞാൽ എല്ലായിടത്തും കിടക്കുന്നതിനെ പെറുക്കി കൂട്ടുന്ന ഒരു പരിപാടിയാണ്. ഇത് സംഭവം ഇത്രേ ഉള്ളൂ. ഈ LDF എന്ന് പറയുന്ന മുന്നണി ദുർബലമായി, അടുത്ത തവണ ഭരണം കിട്ടില്ല എന്നുള്ള കാര്യം LDF-ന് ഉറപ്പായി. LDF മുന്നണിക്കകത്ത് നിൽക്കുന്ന ഘടകകക്ഷികൾക്ക് ഉറപ്പായി. അതോടുകൂടി ഘടകകക്ഷികൾ ഇവരുടെ പാർട്ടി വിടുന്നു. അപ്പൊ എന്താ ജോസ് കെ മാണി നിലപാടില്ലാത്ത ഒരാളാണോ? എനിക്കറിയാൻ വേണ്ടി വരും. ജോസ് കെ മാണി നിലപാടില്ലാത്ത ഒരാളാണോ? അടിച്ചിറക്കി വിട്ട ഒരിടത്തേക്ക്. അത് തന്നെയല്ല, കോൺഗ്രസിന്റെ നേതാക്കന്മാർ ചേർന്നിട്ട് ജോസ് കെ മാണിയുടെ അച്ഛനെതിരായി FIR വരെ ഫയൽ ചെയ്തു. FIR വരെ ഇട്ട് കേസന്വേഷണം നടത്തി. അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോലീസ് കയറി ചെല്ലുന്ന അവസ്ഥയുണ്ടാക്കി. വിജിലൻസ് അടക്കമുള്ളവർ കയറി ചെല്ലുന്ന അവസ്ഥയുണ്ടാക്കി. ഈ ഉണ്ടാക്കിയ LDF-കാരാണോ?
LDF-കാരാണോ? അല്ലേ അല്ല. പിന്നെ ഐഷ പോറ്റി പറഞ്ഞത് പിന്നെ ഐഷ പോറ്റി ഇന്നലെയായിട്ട് പിന്നെ അല്ലെങ്കിൽ ഇന്നലെ ഒരു സുപ്രഭാതത്തിൽ വളരെ പെട്ടെന്ന് പറഞ്ഞതാണോ? അല്ല. ഐഷ പോറ്റി 2021 തെരഞ്ഞെടുപ്പിന് ശേഷം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ മനംനൊന്ത് അധികാരം തനിക്ക് കിട്ടില്ല എന്ന് ഉറപ്പാക്കിയതിനു ശേഷം ഇനി താൻ ഈ അധികാര സ്ഥാനത്തേക്ക് ഉണ്ടാവില്ല എന്നുള്ള ബോധ്യമുണ്ടായി ഐഷ പോറ്റിക്ക്. അവിടെ എന്തോ കിട്ടുമെന്നും പ്രതീക്ഷ, അവിടെ എന്തോ വലുത് എടുത്തു വെച്ചിട്ടുണ്ട് എന്ന് ഐഷ പോറ്റി ചിന്തിക്കുന്നുണ്ട്. അതിന്റെ പിൻബലത്തിലാണ് ഐഷ പോറ്റി ഇപ്പൊ കോൺഗ്രസിലേക്ക് ചാടിയത്. അപ്പം ഐഷ പോറ്റിയുടെ മാത്രം ഐഷ പോറ്റി ഇതിനു മുമ്പ് RSSന്റെ ഇതിൽ പോയിട്ടുണ്ടല്ലോ, RSSലേക്ക് പോയിട്ടുണ്ട്. അപ്പം കറക്റ്റ് സ്ഥലത്ത് ഐഷ പോറ്റി വന്ന് പെട്ടു എന്നതിനപ്പുറത്തേക്ക് വേറൊന്നുമില്ല. ഇനി ഐഷ പോറ്റിക്ക് കോൺഗ്രസ്സുകാർ കാറ് കൊടുക്കും. കാരണം പിന്നെ ചട്ടി എടുത്തുകൊണ്ട് നിന്ന് ചട്ടിമറിക്ക് വീട് വെച്ച് കൊടുക്കാന്നുണ്ടെങ്കിൽ ഐഷ പോറ്റിക്ക് കാറ് മേടിച്ചു കൊടുക്കുന്നതിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ല. കോൺഗ്രസ്സുകാർ KPCC കാശ് കഷ്ടം പോലെ പണം കിടപ്പില്ലേ, ചിരട്ട ചരണ്ടി ആയാലും കാശ് കിടക്കുകയാണ്. അപ്പൊ ആ കാശ് കൊടുത്ത് ഐഷ പോറ്റിക്ക് വേണമെങ്കിൽ ഒരു കാറൊക്കെ മേടിച്ചു കൊടുക്കാം. കാര്യം ഈ പറയുന്ന പോലെ ഇന്ദിരാഭവനിലേക്ക് കൊട്ടാരക്കരയിൽ നിന്ന് വണ്ടി ഓടിച്ചു പോകണമല്ലോ. കൊട്ടാരക്കരയിൽ നിന്ന് വണ്ടി ഓടിച്ചു പോകണമെങ്കിൽ എന്തായാലും ഇന്ദിരാഭവനിൽ എത്തണമെങ്കിൽ ഒരു കാർ ഇന്നോവ ക്രിസ്റ്റ ആവശ്യമാണ്. അപ്പൊ ഒരു വാഹനം എടുത്തു കൊടുക്കട്ടെ അവര്. ഇനി അതുപോലെ കൊല്ലത്തേക്ക് DCCയിലേക്ക് വരണമെന്നുണ്ടെങ്കിലും അവർക്ക് കൊട്ടാരക്കരയിൽ നിന്ന് ഏകദേശം 10-35 കിലോമീറ്ററിന് മേലെ ദൂരമുണ്ട്. അപ്പൊ ആ അത്രയും 10-35 കിലോമീറ്റർ ദൂരത്തിലേക്ക് വരട്ടെ, അതിന് കാറ് മേടിച്ചു കൊടുക്കട്ടെ. DCCയിൽ പങ്കെടുക്കണമല്ലോ. അപ്പൊ ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും അവരെ അങ്ങനെ നോക്കി നടത്തിക്കോട്ടെ. പക്ഷെ നാളെ ഒരു സമയത്ത് ഈ ഐഷ പോറ്റി പറയാണ് എനിക്ക് കൊട്ടാരക്കരയിൽ നിന്ന് സീറ്റ് കിട്ടിയെങ്കിൽ എനിക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല, അത് കോൺഗ്രസ്സുകാർ കാലുവാരിയിട്ടാണ് എന്ന് നാളെ ഒരു സമയത്ത് ഐഷ പോറ്റി പറയുകയും പിന്നെ അടുത്ത ഒരു പിന്നെ മണ്ഡലകാലം അല്ല ഈ നിയമസഭാ കാലം ആകുമ്പോഴത്തേക്ക് BJPയിലേക്ക് കയറുകയും ചെയ്യും. അത് സ്വാഭാവികമായി നടക്കുന്ന ഒരു പ്രോസസ്സാണ് ഇതിനകത്തില്. അപ്പൊ അല്ലാതെ ഇതിനെ വലിയൊരു രാഷ്ട്രീയ ആസ്പെക്റ്റിൽ കണ്ടിട്ട് ഇവിടെ ഇടതുപക്ഷം തകർന്ന് തരിപ്പണമാകുന്നു, CPM എന്ന് പറയുന്ന പാർട്ടി ഇല്ലാതെയാകുന്നു, അതുകൊണ്ട് CPM-ൽ നിന്ന് എല്ലാവരും കൂടെ കൊഴിഞ്ഞ് നേരെ കോൺഗ്രസിലേക്ക് പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇവിടെ ബീഹാർ നോക്കി, ബീഹാറിലുള്ള എല്ലാ കോൺഗ്രസ്സുകാരും ഇപ്പം BJP NDA-യിലേക്ക് അംഗത്വം എടുക്കാൻ പോവാണ്. ബീഹാറിൽ തകർന്ന് തരിപ്പണമാവുന്നു. അവിടെ ഒന്നും ഇല്ലാത്ത ഒരു നോട്ടം എന്തിനാണ് സോണിയാഗാന്ധിക്ക് കേരള കോൺഗ്രസ് പാർട്ടിയോടുള്ളത്? ബീഹാറിലെ ഒന്നിന് സ്ഥിതിഗതികൾ ശരിയാക്കണം, ഹരിയാനയിൽ ശരിയാക്കണം, അതോടൊപ്പം തന്നെ മഹാരാഷ്ട്രയിലെ സ്ഥിതിഗതികൾ ശരിയാക്കണം. ഈ തെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ള ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലെല്ലാം കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയെ വലുതാക്കാനല്ലേ സോണിയാഗാന്ധി ശ്രമിക്കേണ്ടത്? ഇവിടെ വന്നിട്ട് കേരളത്തിലെ മുന്നണി വിപുലീകരണം അല്ലല്ലോ സോണിയാഗാന്ധിയുടെ ലക്ഷ്യം. ഓൾ ഇന്ത്യ തലത്തിൽ കോൺഗ്രസ് എന്ന് പറയുന്ന പിടിവിട്ട് നിൽക്കുന്ന ഒരു പാർട്ടിയാണ്. അപ്പൊ അത് നന്നാക്കാനല്ലേ ശ്രമിക്കേണ്ടത്? അതിന് ശ്രമിക്കാതെ പിന്നെ ജോസ് കെ മാണിയെ ഫോണിൽ വിളിച്ച് സംസാരിക്കാന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ വെറുതെ തെറ്റിദ്ധാരണാജനകമായ ആൾക്കാരെ പൊട്ടന്മാരാക്കുക തരത്തിലുള്ള ചില സമീപനങ്ങളാണെന്ന് മാത്രമേ എനിക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളൂ.